നഷ്ടപ്പെട്ടു. പരസ്പര ഭിന്നതകളിലൂടെയെല്ലാം കടന്നു വന്ന് ഇഷ്ടവും അസമാധാനത്തിന്റേതുമായ സങ്കടങ്ങളുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസത്തിന്റെ ഒരു ദൂതുണ്ട്. ആശ്വാസത്തിന്റെ ഒരു ദൂതുണ്ട്. അത് സന്തോഷത്തിന്റെ ഒരു ദൂതാണ് ഈ വിശുദ്ധ ബൈബിൾ നൽകുന്നത്. സന്തോഷത്തിന്റെ ഒരു ദൂതാണ് വിശുദ്ധ ബൈബിൾ നൽകുന്നത്. ഇതാ സകല ജനമതങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷകരമായ സദ്വാർത്ത. ആ യേശു ക്രിസ്തു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന് 33 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനം യേശു ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷയുടെ എല്ലാം അവസാനം യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊന്നുവെങ്കിൽ ആ യേശു ക്രിസ്തു 3-ാം നാൾ ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നവരാണ് എന്ന സന്തോഷകരമായ സദ്വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ആരെല്ലാം കണ്ടുമുട്ടിയിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, അവരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് ജീവിതത്തിൽ നീ രണ്ടോട്ട് പോകുന്നുണ്ടായെങ്കിൽ, നിന്റെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാതെ സമാധാനമില്ലാതെ നീ രണ്ടോട്ടും ഓടുന്നുണ്ടായെങ്കിൽ, ഈ വിശുദ്ധ ബൈബിളിൽ ജീവിക്കുന്ന യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം നൽകുന്നു. ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. എന്നേക്കും നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് ഈ വിശുദ്ധ ബൈബിളിലൂടെ ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഈ വിശുദ്ധ ബൈബിളിൽ തിരുലിഖിതത്തിൽ വസിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവവേദ്യമായി തീരണമെങ്കിൽ നീ മതം മാറേണ്ട ആവശ്യമില്ല. നീ ഇപ്പൊ ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അത് ഉപേക്ഷിക്കണമെന്നില്ല, നിന്റെ മതം മാറണമെന്നില്ല. മറിച്ച് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നീ വിശ്വസിക്കാൻ മാത്രം മതി. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കാൻ മാത്രം മതി. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് നിന്റെ കുടുംബം രക്ഷിക്കുക.